ദാ മക്കളെ, സിന്തറ്റിക് ഡ്രഗ് ചെകുത്താനാണ്. ഉപയോഗിക്കുന്ന 10 പേരിൽ 2 പേർ മരിക്കും. നമ്മുടെ അമ്മയും അപ്പനും കിടന്ന് കരയുകയാണ്. യുവതലമുറയെ ഇളക്കി മറിക്കുന്ന വേടൻ എന്ന ഹിരൺദാസ് മുരളി ഇങ്ങനെയൊക്കെ ഉപദേശിക്കും. ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല എന്നീ വരികളിലൂടെ മൂർച്ചയുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കും. അയാളെ കേൾക്കാൻ ആൾക്കൂട്ടം തടിച്ചുകൂടും. അങ്ങനെ ആ വേടനിൽ വലിയ പ്രതീക്ഷ ഉയർന്നതാണ്. എന്നാൽ വേടൻ പറഞ്ഞിരുന്നത് അയാളുടെ ആശയങ്ങളാണോ അതോ കഞ്ചാവിൽ നിന്നുള്ള പുകയാണോ? കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് 9 അംഗ സംഘത്തിനൊപ്പമാണ് വേടനെ ലഹരിയുമായി പിടികൂടിയത്. സിനിമാ മേഖലയിൽ മാത്രമല്ല, കലാരംഗത്തൊന്നടങ്കം ലഹരി പിടിമുറുക്കുകയാണ്. കൊച്ചിയിൽ സംവിധായകരെ കഞ്ചാവുമായി പിടികൂടിയ കേസിലും കൂടുതൽ പേർ നിരീക്ഷണത്തിലുണ്ട്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ റിയൽ മീറ്റുകളിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. ബ്ലാക്ക് ഡെവിൾ സച്ചു എന്ന മോഡൽ സൗമ്യ സിനിമയിലെ ലഹരി മാഫിയയുടെയും സെക്സ് റാക്കറ്റിന്റെയും ഏജന്റാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വേടൻ എന്ന പേര് പലരും കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. കറുത്ത വേഷമണിഞ്ഞ് പാട്ടുകൾ പാടുന്ന ഈ ചെറുപ്പക്കാരൻ പുതുതലമുറയുടെ തലയിൽ തീ പിടിപ്പിച്ചതാണ്. സ്റ്റേജ് ഷോകൾക്കിടെ രാസലഹരിക്കെതിരെ ആഞ്ഞടിക്കും, പാട്ടിലൂടെ ആശയങ്ങൾ പങ്കുവയ്ക്കും, രാഷ്ട്രീയവും പറയും. എന്നാൽ നല്ല പുകയുമായി വന്നാണ് ഇവൻ തീ പകരുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കൊച്ചിയിൽ പാട്ടിൻ്റെ റിഹേഴ്സലിനായി റാപ്പർ വേടനും സംഘങ്ങളും ഇരുന്നത് കഞ്ചാവുമായാണ്. ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് ലഹരി പിടിച്ചെടുത്തു. കഞ്ചാവ് ഉപയോഗിക്കുമെന്ന് വേടൻ സമ്മതിച്ചിട്ടുണ്ട്. കേസിൽ ജാമ്യം കിട്ടിയാലും ഇയാളെ അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല. വേടന്റെ കഴുത്തിലെ മാലയിലുള്ള പുലിപ്പല്ല് അയാൾക്ക് വിനയായേക്കും. മലയാള സംഗീത ലോകത്തെ നവതരംഗമായ ചില ഗായകരും നിരീക്ഷണത്തിലുണ്ട്. ഇത് കേൾക്കുമ്പോൾ വിഷമിപ്പിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നുകൊണ്ടിരിക്കുന്നതാണ് മക്കള്. പ്ലീസ് ഗവൺമെന്റ് ഇത് വേണമെന്ന് പറയുമ്പോഴേ. ഒരു സ്റ്റേജ് ഷോയിലാണ് ലഹരി ഉപയോഗത്തിന്റെ അപകടത്തെപ്പറ്റി വേടൻ പറഞ്ഞത്. വേടന്റെ പ്രത്യേക സ്റ്റൈലിലുള്ള ഉപദേശം കേട്ട് ഹരം കൊണ്ട് ആരാധകർ. ഇത് വേടനെന്ന് പറയുമ്പോഴേ സ്റ്റേജ് കയറി നീ കണ്ണു കുടിച്ചിട്ടാ വേടനൊക്കെ സ്റ്റേജ് കയറി പറയണെന്ന് പറയുന്നത് മനസ്സിലായോ? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലഹരി ഉപയോഗിക്കരുതെന്ന് ആരാധകരെ ഉപദേശിച്ച വേടൻ തന്നെ കഞ്ചാവ് കേസിൽ പിടിയിലായത് കൌതുകമുള്ള വാർത്തയായി. 6 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. സ്റ്റേഷനിലെത്തിച്ചാൽ ജാമ്യം കിട്ടുന്ന കുറ്റം. വേടൻ ഉൾപ്പെടെ 9 പേരെയാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റേഷൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഞ്ചാവ് ഉപയോഗിച്ചെന്ന് വേടൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ടാലന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ളാറ്റ് ഒരു വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺ, അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇതിവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന സ്ഥലമാണ്. അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് കഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. പോലീസ് കേസ് കെട്ടിച്ചമച്ചതാണോ എന്ന ചോദ്യത്തിന് തിരിച്ചെത്തിയിട്ട് പ്രതികരിക്കുമെന്നായിരുന്നു വേടന്റെ മറുപടി. എന്നാൽ പരിശോധനയ്ക്കിടെ വേടന്റെ കഴുത്തിൽ കിടന്ന ലോക്കറ്റ് പോലീസിന് സംശയമുണ്ടാക്കി. പോലീസ് അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. തായ്ലൻഡിൽ നിന്ന് ലഭിച്ചതാണ് മാലയെന്നാണ് വേടൻ ആദ്യം പറഞ്ഞത്. എന്നാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അത് തമിഴ്നാട്ടിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചു. ലോക്കറ്റ് പുലിപ്പല്ലാണെന്നും ഫോറസ്റ്റ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വന്യജീവികളുടെ പല്ലും നഖവും സൂക്ഷിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാത്ത കുറ്റമാണ്. ഇതിനിടെ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയത് മറ്റൊരു വഴിത്തിരിവായി. മഴ ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് പിടിച്ചെടുത്തത്. ആയുധ നിരോധന നിയമപ്രകാരമുള്ള സാധാരണ ഒരു വീട്ടിൽ കാണുന്ന ആയുധങ്ങളല്ല. ഏകദേശം സൂചനകളുണ്ട്. അവർക്ക് അങ്ങനെ കൈവശം കൊണ്ട് നടക്കേണ്ട ആയുധങ്ങളല്ല. അങ്ങനെ കൊണ്ട് നടക്കേണ്ട ആയുധങ്ങൾ എല്ലാവരും അതാണ് പരിശോധിച്ചിട്ട് അതുകൊണ്ട് വരുമെങ്കിൽ അത് നമ്മൾ കോടതി അവസരം എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വകുപ്പുകളെല്ലാം നോക്കിയിട്ട് ആ പറഞ്ഞ് വരുന്നതാണെങ്കിൽ അതുകൊണ്ട് കൊച്ചി. പേര് സൗമ്യ, സ്വയം വിശേഷിപ്പിക്കുന്നത്
ബ്ലാക്ക് ഡെവിൾ സച്ചു എന്നാണ്. ഇൻസ്റ്റയിൽ 40,000-ലധികം ഫോളോവേഴ്സുള്ള മോഡൽ സിനിമാക്കാർക്ക് പ്രിയപ്പെട്ടവളാണ്. സിനിമാ സെറ്റുകളിലും മോഡലിംഗ് രംഗത്തും ലഹരി എത്തിക്കുന്നതാണ് പണി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഡെവിൾ സച്ചുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. 6 നടന്മാർക്കാണ് ലഹരി എത്തിച്ചു നൽകിയത്. സൗമ്യയുടെ അക്കൗണ്ടിലേക്ക് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും പണം അയച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി കച്ചവടത്തിൽ പങ്കില്ലെന്നും റിയൽ മീറ്റ് എന്ന പെൺവാണിഭ ഇടപാടുകൾക്കാണ് പണം വാങ്ങിയതെന്നുമാണ് സൗമ്യയുടെ മൊഴി. പെൺവാണിഭ ലഹരി ഇടപാടുകളിൽ ഇടനിലക്കാരിയായ സൗമ്യയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് സൂചന. ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും ഷൈൻ ടോം ചാക്കോയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് എക്സൈസ് നിർദ്ദേശം നൽകിയതെങ്കിലും അതിരാവിലെ തന്നെ ആലപ്പുഴയിലെ എക്സൈസ് ആസ്ഥാനത്ത് ചലച്ചിത്ര താരങ്ങൾ എത്തി. ആദ്യം എത്തിയത് ഷൈൻ ടോം ചാക്കോയാണ്. തസ്ലിമയെ സംബന്ധിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു മറുപടി. എവിടേക്ക് പോകണമെന്നറിയാതെ ഓഫീസിലെ പല മുറികളിലായി ഷൈൻ കയറിയിറങ്ങി. പിന്നാലെ ശ്രീനാഥ് ഭാസിയും എത്തി. ലഹരി ഇടപാടുകളെ സംബന്ധിച്ച ചോദ്യത്തിന് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കട്ടെ എന്ന മറുപടി. ഒൻപതരയോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ വന്നു. തുടർന്ന് 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് തുടക്കമായി. ആദ്യം സൗമ്യ. താരങ്ങളുമായുള്ള ലഹരി പെൺവാണിഭ ഇടപാടുകൾ ചോദ്യം ചെയ്യലിൽ പുറത്തുവന്നു. ചലച്ചിത്ര രംഗത്തുള്ളവരുടെ ഉൾപ്പെടെ 6 മാസം നീണ്ട ട്രാൻസാക്ഷൻ ഇടപാടുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ സിനിമാ മേഖലയിലെ കൂടുതൽ നടന്മാരെ സംബന്ധിച്ച വിവരങ്ങൾ സൗമ്യ അന്വേഷണ സംഘത്തോട് പങ്കുവച്ചു. റിയൽ മീറ്റ് എന്ന പേരിൽ പെൺവാണിഭ ഇടപാടാണ് ഷൈനുമായി ഉള്ളതെന്ന് സൗമ്യ എക്സൈസിനോട് സ്ഥിരീകരിച്ചു. സൗമ്യയുടെ ചോദ്യം ചെയ്യൽ 4 മണിക്കൂറിലേറെ നീണ്ടതോടെ വിഡ്രോവൽ പ്രശ്നങ്ങൾ പുറപ്പെടുവിച്ച ഷൈൻ പുറത്തേക്ക് ഇറങ്ങിയോടി. മാധ്യമങ്ങളെ കണ്ടതോടെ തിരികെ മുകളിലേക്ക്. പിന്നീട് ഷൈന്റെ തന്നെ ആവശ്യാനുസരണം സഹോദരനെ അകത്തേക്ക് വിളിപ്പിച്ചു. രാത്രി 7:15 വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന ഉറപ്പിന്മേൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സൗമ്യ പുറത്തേക്ക്. നടന്മാരുമായുള്ളത് സൗഹൃദം മാത്രമെന്ന് പ്രതികരണം. നിരപരാധിയാണ്. ലഹരി ഇടപാടുമായിട്ടില്ല. ഇല്ലല്ല, ഒന്നുമില്ല. ഷൈനും ബാസേറ്റ് എന്താണ് ബന്ധം എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിട്ട് വിളിപ്പിച്ചതാണ്. ഫ്രണ്ട്ഷിപ്പാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. 1 വർഷമായിട്ടാണ്. ഷൈനും ബാസിയായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി വിളിപ്പിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഞ്ചാവല്ല മെത്താഫെറ്റമീനാണ് ഉപയോഗിക്കുന്നതെന്ന് അന്വേഷണ സംഘത്തോട് തുറന്നു പറഞ്ഞ ഷൈൻ ചോദ്യം ചെയ്യലിലുടനീളം ലഹരി ഉപയോഗം നടക്കാത്തതിന്റെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. രാത്രിയോടെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് എക്സൈസിന്റെ തന്നെ വാഹനത്തിൽ ഷൈൻ തൊടുപുഴയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക്. ചോദ്യങ്ങൾക്ക് അപ്പോഴും മൗനം. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്നും ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 3 പേരെയാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നത്. അതിൽ ഒരാളിനെ നമ്മൾ ഷൈനിനെ നമ്മൾ സേക്രഡ് ഹാർട്ട്സ് തൊടുപുഴയിൽ ഡി അഡിക്ഷന് വേണ്ടി വിട്ടിട്ടുണ്ട്. മറ്റ് 2 പേരെ നമ്മൾ ചോദ്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. ശ്രീനാഥ് ഭാസിയെയും പിന്നീട് വിട്ടയച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്മാർക്ക് ബന്ധമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ എക്സൈസിന് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രതികളുമായി ലഹരി പെൺവാണിഭ ഇടപാടുകൾ സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. സംശയങ്ങൾ ഇനിയും ദൂരീകരിക്കാനുണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയെന്നോ അല്ലാതുള്ള ഒരാളെന്നോ ഇല്ല. ഞങ്ങൾ ഈ ഡ്രഗ് കേസാണ്. ആ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെ ഇടപാടുകളുണ്ടോ അവരെ നമ്മൾ വിളിച്ച് ചോദിക്കും. ഇവരുമായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട. ഇപ്പം ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി മാത്രമാവണം എന്നില്ലല്ലോ. മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ വന്ന ഒരു സൗമ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ വിളിച്ചു. പിന്നെ ഇവരെ 2 പേരെയും വിളിച്ചു. അങ്ങനെ വേറെ പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട്.
10 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഫാസിയെയും സൗമ്യയെയും ആലപ്പുഴയിൽ എക്സൈസ് സംഘം മടക്കിയത്. കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയെ ലഹരി വിമുക്തിയുമായി ബന്ധപ്പെട്ട ചികിത്സക്ക് അയക്കുന്ന മാതൃകാപരമായ നടപടികൾക്കും ആലപ്പുഴയിലെ എക്സൈസ് ടീം നേതൃത്വം നൽകി. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സിനിമയുടെ ചർച്ചകൾക്കും മറ്റുമായി ഉപയോഗിച്ചിരുന്ന ഫ്ളാറ്റ്, സംവിധായകൻ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റ് ലഹരിയുടെ പ്രധാന കേന്ദ്രം കൂടിയാണ്. സിനിമാ മേഖലയിൽപ്പെട്ട നിരവധി പേർ ഇവിടെ എത്താറുണ്ട്. ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഈ ഫ്ളാറ്റ് കഴിഞ്ഞ കുറേ നാളുകളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. 1 മാസം മുൻപ് എക്സൈസ് ഇവിടെ റെയ്ഡിനെത്തിയെങ്കിലും വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. എന്നാൽ ഇത്തവണ കൃത്യമായ ഒരുക്കങ്ങളോടെ എത്തിയ എക്സൈസിന് മുന്നിൽ കുടുങ്ങിയത് സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ്. സംവിധായകർ അറസ്റ്റിലായ കഞ്ചാവ് കേസിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള കൂടുതൽ പേർ കുടുങ്ങുമെന്നാണ് സൂചന. സമീർ താഹിറിനെ 2 ദിവസത്തിനുള്ളിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനാണ് എക്സൈസിന്റെ നീക്കം. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഉൾപ്പെട്ട കഞ്ചാവ് കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്ത കൊച്ചി സ്വദേശിയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് എക്സൈസും പോലീസും. സിനിമാ പ്രവർത്തകർക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന ശൃംഖലയിലെ മുഖ്യകണ്ണി ഇയാളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇവരെ പിടികൂടിയ ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഫ്ളാറ്റിൽ സിനിമാ പ്രവർത്തകർ ചർച്ചകൾക്കായി നിരന്തരം എത്താറുണ്ടെന്നാണ് വിവരം. ഇവരുടെ വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരെയും ചോദ്യം ചെയ്യും. ഇതിനുശേഷമായിരിക്കും സംവിധായകരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ഫ്ളാറ്റിന്റെ ഉടമസ്ഥനായ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. എക്സൈസ് സംഘം ഫ്ളാറ്റിലെത്തുമ്പോൾ സമീർ താഹിർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇയാളുടെ അറിവോടെയാണോ സംവിധായകർ ലഹരി ഉപയോഗിച്ചത് എന്നും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം സിനിമാ സെറ്റുകളിലടക്കം പരിശോധന നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാബി മെലാദിത്യ വ്യക്തമാക്കി. എക്സൈസ്, NCB അടക്കമുള്ള ഏജൻസികളുമായി സഹകരിച്ചായിരിക്കും പരിശോധന. സെറ്റുകൾ പരിശോധിക്കാനുള്ളൊരു ആവശ്യമുണ്ട്. അതിനകത്ത് കൂടെ നോക്കണമെന്ന് ഹൈക്കോടതി തന്നെ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ഭാഗമായിട്ട് നമ്മൾ കുറേ ഇൻഫർമേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു സസ്പെഷനോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കും. പ്രത്യേക സ്ക്വാഡോ അങ്ങനെ എന്തെങ്കിലും രൂപീകരിക്കും? നമുക്ക് ആൾറെഡി ഡാൻസ് ഓഫ് സ്ക്വാഡ് ഉണ്ട്. അത് നല്ല സജീവമായിട്ടുള്ളൊരു സ്ക്വാഡാണ് സിറ്റിയുടെ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സ്, പോലീസ് പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ചെയ്യും. പുതിയ സ്ക്വാഡിൻ്റെ ഒരു ആവശ്യമില്ല. കൂടുതൽ നടപടികളുണ്ടാവും. ശക്തമായ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയും തുടരും. മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റ് സിനിമാ പ്രവർത്തകർക്കിടയിൽ ലഹരിയുടെ ഇടമായാണ് അറിയപ്പെട്ടിരുന്നത്. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയപ്പോൾ ഈ ഫ്ളാറ്റിനെ കുറിച്ചും പരാമർശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവിടം. ഫ്ളാറ്റിൽ സ്ഥിരം വന്നു പോകുന്നവരുടെ വിശദാംശങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഭർത്താവും ഭാര്യയും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന സംസ്കാരം കേരളത്തിലെ പല വീടുകളിലും ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഇത് നാശത്തിലേക്കുള്ള പോക്കാണെന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം കേട്ടോ. കോട്ടയം തൃക്കൊടിത്താനത്ത് ദമ്പതികൾ രാത്രിയിൽ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു. അതിനിടെ ഭാര്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. രാവിലെ നാട്ടുകാർ കേട്ടത് യുവതിയുടെ മരണവാർത്ത. തൃക്കൊടിത്താനം സ്വദേശിനി മല്ലികയെയാണ് വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ ഭർത്താവ് അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ആത്മഹത്യ എന്നാണ് ഭർത്താവിൻ്റെ മൊഴിയെങ്കിലും കൊലപാതക സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത്. പുലർച്ചെ വാർഡ് മെമ്പറെ വിളിച്ച് മല്ലിക ആത്മഹത്യ ചെയ്തതായി ഭർത്താവ് അനീഷ് അറിയിക്കുകയായിരുന്നു.
മെമ്പർ പോലീസിനെ വിവരമറിയിച്ചു. രാത്രി ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷം തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി അനീഷ് പറയുന്നു. ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായത്. തർക്കം രൂക്ഷമായപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് മല്ലിക പറഞ്ഞിരുന്നു. പിന്നീട് താൻ ഉറങ്ങിപ്പോയി എന്നും അനീഷ് പോലീസിനോട് പറഞ്ഞു. മദ്യപിച്ചതിൻ്റെ ഒരു ഇതായോണ്ടായിരിക്കാം, നമുക്ക് തോന്നി പെട്ടെന്ന് എങ്ങാണ്ട് സംഭവിച്ചാണെന്നുള്ളതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ഒരു ആംബുലൻസും വിളിച്ചു, പോലീസ് സ്റ്റേഷൻ വിളിച്ചറിയിച്ചു. അപ്പോൾ 2 കൂട്ടരും വന്നു. ഞങ്ങൾ ഓടി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുശരീരം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അന്നേരം സംഭവിച്ച പോലെയല്ല, കുറേ നേരത്തെ സംഭവിച്ച പോലെ രക്തമെല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പിടിച്ചിരുന്നു. അപ്പോൾ കുറേ നേരം ശരീരത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലും ഇത് മാറി രക്തം നന്നായിട്ട് കട്ട പിടിച്ചു ഉണങ്ങി വരുന്ന പരുവത്തിലാണ്. അനീഷിന്റെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇരുവരും ഒരുമിച്ചായിരുന്നു സ്ഥിരം മദ്യപാനം. ഇവർ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മദ്യപിച്ച ശേഷം അനീഷ് ഉപദ്രവിക്കാറുണ്ടെന്ന് മല്ലിക തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 കോട്ടയം. സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞ് ക്രൂരമായ പീഡനം. 2 പെൺമക്കളുടെ അമ്മയെ ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് പട്ടിണിക്കിട്ട് കൊന്ന കേസ്. വയറൊട്ടി വാരിയല് നട്ടലിനോട് ചേർന്ന് ഒടുവിൽ യുവതിയുടെ മരണം സംഭവിച്ചപ്പോൾ മനുഷ്യ മനസാക്ഷി പോലും വിറങ്ങലിച്ചതാണ്. കൊല്ലം തുഷാര കൊലക്കേസിൽ 6 വർഷത്തിന് ശേഷം കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതികളായ ഭർത്താവ് ചന്തുലാൽ, അമ്മ ഗീതാ ലാലി എന്നിവർക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷ. കേരളത്തെ നടുക്കിയ പട്ടിണിക്കൊലയിൽ പ്രതികൾ 1 ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനും കോടതി ഉത്തരവിട്ടു. രണ്ടായിരത്തി 2013 തുഷാരയുടെയും ഗ്രാഫിക് ഡിസൈനറായിരുന്ന ചന്തുലാലിന്റെയും വിവാഹം. വിവാഹ സമയത്ത് നൽകാമെന്ന് സമ്മതിച്ചിരുന്ന സ്ത്രീധന തുകയിൽ 2 ലക്ഷം കുറവ് വന്നിരുന്നു. ഇതായിരുന്നു ക്രൂരമായ പീഡനത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചത്. 3 വർഷത്തിനുള്ളിൽ ബാക്കി പണം നൽകണമെന്ന ധാരണയിൽ തുഷാരയിൽ നിന്ന് ഉടമ്പടി പത്രം ചന്തുലാലും അമ്മ ഗീതാ ലാലിയും വാങ്ങി. എന്നാൽ 3 മാസമായതോടെ പ്രതികൾ പണത്തിന്റെ പേരിൽ നിരന്തരം പീഡനം തുടങ്ങി. 2 കുട്ടികൾ ജനിച്ചിട്ടും പീഡനം തുടർന്നു. കുട്ടികളെപ്പോലും കാണാനോ താലോലിക്കാനോ വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല. 2019 മാർച്ച് 21 രാത്രിയിലാണ് തുഷാരയുടെ മരണവിവരം വീട്ടുകാർ അറിഞ്ഞത്. ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ട് കൊല്ലുകയായിരുന്നു എന്ന നിഗമനത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഇതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത്. വെയിറ്റ് കുറഞ്ഞു വരുന്ന സമയത്ത് ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റോ ഇതിന് വേണ്ട ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെയാണ് ഇതിലോട്ട് എത്തുന്നത്. അപ്പോൾ അത് നോളജ് ഉണ്ട്. അപ്പോൾ അത് 302 കൃത്യമായിട്ട് അതിൽ നിലനിൽക്കും. അതുകൊണ്ടാണ് ആദ്യം മുതൽ 302 ഉൾപ്പെടുത്തി തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചിട്ടുള്ളതും. അതോടൊപ്പം തന്നെ 304B അത് സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊലപാതകമാണെന്നുള്ള ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അത് ചെയ്തിട്ടുള്ളത്. മരിക്കുമ്പോൾ തുഷാരയുടെ ഭാരം വെറും 21 കിലോ മാത്രമായിരുന്നു. ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശമില്ലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. തൊലി എല്ലിനോട് ചേർന്ന് മാംസം ഇല്ലാത്ത രീതിയിലായിരുന്നു ശരീരം. വയർ ഒട്ടി വാരിയൽ തെളിഞ്ഞ് നട്ടലിനോട് ചേർന്നിരുന്നു. ഇതിന്റെ ശാസ്ത്രീയമായ തെളിവുകളും ദൃക്സാക്ഷി മൊഴിയും കേസിൽ നിർണായകമായി. ഒരു ദിവസം തുഷാരയെ അടിക്കുന്നത് കുഞ്ഞുങ്ങളെ എടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് എന്ന് പറയുന്നു. സാക്ഷി വഴി പറയുന്നു. ടീച്ചറാണ് ആരെ? അല്ലല്ല, 2ാം സ്ഥാനം. അത് ടീച്ചർ വേറെയാണ്. ടീച്ചറിൻ്റെ അടുത്ത് ഈ പറയപ്പെട്ട അമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഗീതയാണെന്നാണ് ടീച്ചറിനോട് പറയുന്നത്. ടീച്ചർ 7ാം സാക്ഷിയാണ്. മിനി വർഗീസ് എന്ന ടീച്ചറുണ്ട്. ടീച്ചർ 7ാം സാക്ഷി. ടീച്ചറിനൊക്കെ പറഞ്ഞിരിക്കുന്നത് ആരാണ് അമ്മയെന്ന് ചോദിച്ചാൽ അമ്മയുടെ പേരെന്ന് ചോദിച്ചപ്പോൾ ഗീത എന്നാണ്. അവർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ്, തുഷാര മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പത്രവാർത്തകളിലൂടെയാണ് ഈ കുട്ടിയുടെ അമ്മയുടെ പേര് തുഷാര എന്നാണെന്നറിയുന്നത്. 25 സാക്ഷികൾ, 35 തെളിവുകൾ എന്നിവ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. തുഷാരയുടെ അമ്മയുടെ പേര് കുട്ടി പഠിക്കുന്ന അംഗനവാടിയിൽ തെറ്റായി പറഞ്ഞു നൽകിയെന്നും തുഷാര കിടപ്പ് രോഗിയാണെന്ന് പറഞ്ഞിരുന്നതുമായുള്ള അധ്യാപികയുടെ മൊഴി കേസിൽ നിർണായകമായി. തുഷാരയെ മർദ്ദിക്കുന്നത് കണ്ടതായ അയൽവാസി ലിസിയുടെ സാക്ഷിമൊഴിയും കേസിന് ബലം കൂട്ടി. ഒടുവിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ തുഷാരയുടെ കുടുംബം ആശ്വാസത്തിലാണ്. ശിക്ഷ തന്നെ കൊടുത്താലാണ് കൊള്ളാവുന്നത്. അത്രയ്ക്ക് നരവേദന എൻ്റെ കുഞ്ഞ് അനുഭവിച്ചതിന് അതുപോലെ തന്നെ ഒരു നരവേദന അനുഭവിച്ച് മരിക്കണമെന്നുള്ളതായിരുന്നു. അവർക്കും അതേ രീതിയിലുള്ള നരവേദന അനുഭവിക്കും. ഒരു ഘട്ടത്തിൽ 3 മാസം വിവാഹം കഴിഞ്ഞ് 3 മാസം ആയപ്പോൾ തന്നെ ജീവനം ആവശ്യപ്പെട്ട് ഞങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങിയാണ്. അന്ന് മുതൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളെ അകത്തോട്ട് അവിടെ ചെല്ലാനോ പിടിക്കാനോ ഒന്നും. എൻ്റെ മോള് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് രീതിയിലുള്ള പോലീസ് ചെയ്ത് കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും അവർ അനുവദിക്കാനോ നമുക്ക് പറ്റത്തില്ലായിരുന്നു. നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നീതി കിട്ടി. പക്ഷേ
കുഞ്ഞ് അനുഭവിച്ച ആ ഒരു ഇതിന് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് പോരാ എന്ന് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിപ്രായം. സംതൃപ്തനാണ്. പക്ഷെ എന്നാലും എൻ്റെ ചേച്ചിയെ അത്രയൊന്നും അവർ ജയിലിൽ ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എൻ്റെ ചേച്ചിക്ക് നീതി കിട്ടിയത് സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. പൊതു ഉദ്ദേശത്തോടെ പ്രതികൾ കൊലപാതകം നടത്തിയെന്നും സ്ത്രീധന പീഡനം മരണത്തിനിടയാക്കിയെന്നും തുഷാരയെ അന്യായമായി തടങ്കലിൽ വെച്ചു എന്നുമാണ് കോടതി കണ്ടെത്തിയത്. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജ് എസ് സുഭാഷാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം പോത്തൻകോട്ടെ നാട്ടുകാർക്ക് ആ ദിവസം ഇപ്പോഴും പേടി സ്വപ്നമാണ്. അവരുടെ ചെവികളിൽ ഗുണ്ടകളുടെ ആക്രോശത്തിന്റെ ശബ്ദവും കുട്ടികളുടെ നിലവിളിയും മുഴങ്ങുന്നുണ്ട്. ഗുണ്ട കുടിപ്പകയെ തുറന്ന് വെറും 7 മിനിറ്റ് കൊണ്ട് നടത്തിയ ക്രൂരമായ കൊലപാതകം 4 വർഷം മുൻപ്, അതായത് 2021 ഡിസംബർ 11-നാണ് മംഗലപുരം സ്വദേശി സുധീഷിനെ 11 പേരടങ്ങുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. യുവാവിനെ കൊന്ന് കാൽ വെട്ടിയെറിഞ്ഞ ഏറെ പ്രമാദമായ കേസിൽ ഇന്ന് വിധി വരികയാണ്. നെടുമങ്ങാട് പട്ടികജാതി വർഗ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. വളഞ്ഞു നിന്ന് തലങ്ങും വിലങ്ങും വെട്ടിക്കൊല്ലുക, മരണമുറപ്പാക്കിയിട്ടും വലതുകാൽ വെട്ടിയെടുത്ത് പൊതുവഴിയിൽ വലിച്ചെറിയുക, പിന്നീട് കൂട്ടം ചേർന്ന് ആഹ്ലാദ പ്രകടനം നടത്തുക. 4 വർഷം മുൻപ് കേരളത്തെ നടുക്കിയതായിരുന്നു പോത്തൻകോട് സുധീഷ് വധം. ഗുണ്ടാപ്പകയായിരുന്നു അരുംകൊലയ്ക്ക് കാരണം. സുധീഷിന്റെ എതിർ സംഘത്തിൽപ്പെട്ട 11 പേരാണ് 2021 ഡിസംബർ 11-ന് നട്ടുച്ചയ്ക്ക് സുധീഷ് ഒളിവിൽ താമസിച്ച വീട്ടിലെത്തി കൊലപ്പെടുത്തിയത്. മുഖ്യപ്രതിയായ സുധീഷ് ഉണ്ണിയുമായി സുധീഷ് 2 മാസം മുൻപ് അടിയുണ്ടാക്കിയിരുന്നു. അതിന്റെ പകരം വീട്ടാനാണ് സുധീഷ് ഉണ്ണി ഗുണ്ടാ നേതാവായ ഒട്ടകം രാജേഷുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ആക്രമണം ഭയന്ന് നാടുവിട്ട സുധീഷ് പോത്തൻകോടിനടുത്ത് കല്ലൂരിലെ പാണൻവിള കോളനിയിലെ ബന്ധുവീട്ടിൽ വന്ന് ഒളിവിൽ കഴിയുകയായിരുന്നു. സുധീഷിന്റെ ബന്ധുവായ ഒരാൾ ഇക്കാര്യം ഒറ്റിയതോടെയാണ് എതിർ സംഘം സ്ഥലം മറിഞ്ഞതും ബൈക്കിലും ഓട്ടോയിലുമായെത്തി കൊല നടത്തിയതും. പ്രതികളായ 11 പേരെയും വിവിധയിടങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരം റൂറൽ അഡീഷണൽ SP ആയിരുന്ന KM സുൾഫിക്കറിന്റെ നേതൃത്വത്തിൽ അന്വേഷിച്ച കേസിന്റെ വിചാരണ നെടുമങ്ങാട് പട്ടികജാതി വർഗ കോടതിയിലാണ് പൂർത്തിയായത്. ന്യൂസ് 18 തിരുവനന്തപുരം. ആസ്റ്റർ പ്രൊജക്ഷൻ എന്ന വാക്കും കേഡൽ ജീൻസൺ രാജ എന്ന പേരും മലയാളികൾ അത്ര വേഗം മറക്കുന്നു. ആദ്യം അമ്മയെയും പിന്നാലെ അച്ഛനെയും ഉൾപ്പെടെ 4 പേരെ ഒന്നൊന്നായി വകവരുത്തിയ നന്ദൻകോട് കൂട്ടക്കൊല കേരളത്തെ ഒന്നടങ്കം നടുക്കിയതാണ്. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇനി വിധിക്കായുള്ള കാത്തിരിപ്പാണ്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി മെയ് 6-ന് കേസിൽ വിധി പറയും. ദുർമന്ത്രവാദത്തിന്റെ സ്വാധീനത്താൽ കൊലപാതകം നടത്തിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഏപ്രിൽ 9-ന് ക്ലിഫ് ഹൌസ് പരിസരത്തെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകങ്ങൾ നടന്നത്. ക്ലിഫ് ഹൌസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117-ാം നമ്പർ വീട്ടിലാണ് പ്രൊഫസർ രാജ തങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 3 മൃതദേഹങ്ങൾ കത്തിയ നിലയിലും ഒരെണ്ണം കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. വെട്ടിയും കഴുത്തറത്തും കൊന്ന ശേഷമായിരുന്നു കത്തിച്ചത്. കൊലകൾക്ക് ശേഷം കേതൽ ചെന്നൈയിലേക്ക് പോയി. അവിടെ നിന്നും തിരിച്ചെത്തിയ ശേഷമാണ് പോലീസ് പിടിയിലായത്. തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കോടതിയിൽ പ്രതി കേതൽ ജിൻസൺ രാജ വാദിച്ചു. കൊലപാതകം നടന്നപ്പോൾ താൻ തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു. ആ സമയം ചെന്നൈയിൽ അലഞ്ഞു നടക്കുകയായിരുന്നുവെന്നാണ് കേതലിന്റെ വാദം. ഈ വാദത്തിന് തെളിവില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. വിദേശ പഠനത്തിനിടെ ദുർമന്ത്രവാദ സംഘത്തിന്റെ വലയിൽപ്പെടുകയായിരുന്നു കേതൽ. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ദുർമന്ത്രവാദത്തിനായി വീട്ടുകാരെ തന്നെ ഇരകളാക്കുകയായിരുന്നു എന്നായിരുന്നു കണ്ടെത്തൽ.
ന്യൂസ് 18 തിരുവനന്തപുരം. ചെയ്യാത്ത തെറ്റിന് 72 ദിവസത്തെ ജയിൽവാസം, ലഹരി വിൽപ്പനക്കാരി എന്ന ദുഷ്പേര്, പിന്നീട് അത് കള്ളക്കേസെന്ന് തെളിയുന്നു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയുടെ ഈ കഥ നമ്മളൊക്കെ കേട്ടതാണ്. ഷീലയെ കള്ളക്കേസിൽ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് എല്ലാ മലയാളിയും ആഗ്രഹിച്ചതാണ്. 2 വർഷത്തോളം നീണ്ട അന്വേഷണത്തിന് ശേഷം വീട്ടമ്മയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ പ്രതി നാരായണദാസ് പിടിയിലായിരിക്കുന്നു. പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമുണ്ടെന്ന് പ്രതികരിച്ച ഷീല സണ്ണി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലാണ്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുടുക്കിയ വ്യാജ ലഹരി കേസിൽ മുഖ്യപ്രതി നാരായണദാസിനെ പ്രത്യേക പോലീസ് സംഘം ബംഗളൂരുവിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. കേസിലെ ഗൂഢാലോചനക്കാരൻ നാരായണദാസ് ആണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. നേരത്തെ നാരായണദാസിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. പിന്നീട് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമുണ്ടെന്ന് പ്രതികരിച്ച ഷീല സണ്ണി എന്തിനായിരുന്നു ഈ കടും കൈ ചെയ്തതെന്ന് തനിക്കറിയണമെന്നും പറയുന്നു. ഷീല സണ്ണിയുടെ ബന്ധുവായ യുവതിക്ക് വ്യാജ സ്റ്റാമ്പ് നൽകിയത് നാരായണദാസ് ആയിരുന്നു. ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഫെബ്രുവരി 27 ലഹരിമരുന്ന് കൈവശം വെച്ചു എന്നാരോപിച്ച ഷീല സണ്ണിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. കുറ്റം ചെയ്യാതെ 72 ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ വ്യാജ LSD സ്റ്റാമ്പുകളെന്ന് ബോധ്യപ്പെട്ടു. രാസപരിശോധനയിൽ മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്തിയില്ല. അങ്ങനെ ഷീലയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. തുടർന്ന് കേസ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. ഷീല സണ്ണിയും മരുമകളുമായി കുടുംബതർക്കമുണ്ടായിരുന്നു. ഷീലയെ കുടുക്കാൻ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്തായ നാരായണദാസിനെ ഉപയോഗിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കേസിൽ എക്സൈസിന് വലിയ വീഴ്ചയുണ്ടായെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. ഷീലയുടെ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്താണ് അറസ്റ്റിലായ നാരായണദാസ്. വ്യാജ ലഹരി സ്റ്റാമ്പുകൾ ഷീലയുടെ മരുമകളുടെ സഹോദരിക്ക് നൽകിയത് നാരായണദാസ് ആണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ കേസിന്റെ ചുരുളഴിഞ്ഞത്. ന്യൂസ് 18 തൃശൂർ. ഒരു പോലീസുകാരന്റെ ജീവിതം പോലും ഈ നാട്ടിൽ സുരക്ഷിതമല്ലെന്ന് തെളിയിച്ച സംഭവം. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ശ്യാം പ്രസാദിനെ കൊന്ന കേസ് അത്രമേൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. കോട്ടയത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിക്കൊന്ന കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഏറ്റുമാനൂർ പോലീസാണ് ഗുണ്ടയായ ജിബിൻ ജോർജിനെതിരെ കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ഫെബ്രുവരി 2 കേസിനാസ്പദമായ സംഭവം. കോട്ടയം തെള്ളകത്തെ സ്വകാര്യ ബാറിന് മുന്നിലെ തട്ടുകടയിൽ വെച്ചായിരുന്നു സംഭവം. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞു മടങ്ങുമ്പോൾ തർക്കം കണ്ട് ഇടപെട്ടതാണ് സിവിൽ പോലീസ് ഓഫീസർ ശ്യാം പ്രസാദ്. ഇതോടെ ഗുണ്ടയായ ജിബിൻ ജോർജ് ശ്യാമിനെതിരെ തിരിഞ്ഞു. ക്രൂരമായ മർദ്ദനത്തിന് പിന്നാലെ നിമിഷങ്ങൾക്കകം തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് ശ്യാം പ്രസാദ് മരിച്ചു. 64 സാക്ഷിമൊഴികളും നിരവധി ശാസ്ത്രീയ തെളിവുകളും അടക്കമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അതിക്രമം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ സ്ഥലത്തെത്തിയ പെട്രോളിംഗ് സംഘമാണ് പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടുന്നത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ്, ഡിവൈഎസ്പി KG അനീഷ് എന്നിവരുടെ നിരീക്ഷണത്തിലായിരുന്നു അന്വേഷണം. ഏറ്റുമാനൂർ SHO AS അൻസിലാണ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് 18 കോട്ടയം.
വയനാട് സ്വദേശിക്കെതിരായ കൊട്ടേഷനുമായി ഷമീറും സംഘവും യാത്ര ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം. ദീർഘദൂരം ഇയാളുടെ വാഹനത്തെ പിന്തുടർന്ന് വരികയായിരുന്നു. വെണ്ണക്കാട് പമ്പിനു സമീപം വിവാഹ സംഘം വാഹനം തിരിച്ചതോടെ സ്ഥലത്ത് ഗതാഗത കുരുക്കുണ്ടായി. തിരക്കിനിടെ പിന്തുടർന്നു വന്ന വാഹനം സ്ഥലത്തു നിന്നും അതിവേഗം പോവുകയും ചെയ്തു. വാഹനം ദൃശ്യപരിധിയിൽ നിന്നും പോയെന്ന് മനസ്സിലായതോടെ രോഷം വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സിനുമേൽ തീർക്കുകയായിരുന്നു. ബസിന്റെ ചില്ലിടിച്ചു പൊട്ടിച്ച സംഘം വാഹനത്തിനു നേരെ പടക്കമെറിഞ്ഞു. പടക്കങ്ങളിലൊന്ന് വലിയ ശബ്ദത്തോടെ പമ്പിനു സമീപം പൊട്ടി. പമ്പിനുള്ളിലേക്ക് വീണ പടക്കം പൊട്ടാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ബസിന്റെ ഡ്രൈവർക്കും ക്ലീനർക്കും ഷമീറിന്റെയും കൂട്ടാളികളുടെയും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട ഷമീറിനെയും സംഘത്തെയും മടവൂർമുക്ക് ഭാഗത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയത്. ഷമീറിന്റെ വാഹനം തടഞ്ഞ പോലീസ് ജീപ്പിനെ ഇടിച്ചു തെറിപ്പിക്കാനും ശ്രമിച്ചു. വാഹനത്തിനു നേരെ പടക്കമെറിഞ്ഞ സംഘം പോലീസുകാരെയും മർദ്ദിച്ചു. പിന്നീട് നാട്ടുകാരിടപെട്ടാണ് ഷമീറിനെയും 3 കൂട്ടാളികളെയും കസ്റ്റഡിയിൽ എടുത്തത്. ഓടി രക്ഷപ്പെട്ട ഒരാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ എന്നിങ്ങനെയായി 10-ലധികം കേസുകൾ ഷമീറിനെതിരെ നിലവിലുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. നല്ലൊരു ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ട് ഭർത്താവിൻ്റെ കുടുംബത്തിലേക്ക് എത്തുന്ന യുവതികളുടെ ജീവിതത്തിൽ വില്ലനാകുന്നത് മദ്യമാണ്. മദ്യപിച്ച് ലക്കുകെട്ടെത്തുന്ന ഭർത്താക്കന്മാരുടെ ക്രൂരത പലരെയും ആത്മഹത്യക്ക് പോലും പ്രേരിപ്പിക്കാം. കൊല്ലം പുനലൂരിലെ അനിലയും ജീവനൊടുക്കിയത് ഇങ്ങനെയെല്ലാം സഹിച്ചു മടുത്താണ്. യുവതി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ സ്വദേശി വിഷ്ണുവിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. 2020-ലായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ഇവർ ഇടമണ്ണിലുള്ള വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് ആര്യങ്കാവിലുള്ള അനിലയുടെ കുടുംബ വീട്ടിലേക്ക് താമസം മാറ്റി. കുറച്ചു നാളുകൾക്ക് ശേഷം ഇവർ കുരിയോട്ടുമലയിലെ സെറ്റിൽമെന്റ് നഗറിലേക്ക് താമസം മാറി. കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതിയാണ് കുരിയോട്ടുമലയിലെ വീടിനുള്ളിൽ അനിലയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. വീടിനുള്ളിൽ നിന്നും അന്ന് തന്നെ പോലീസിന് ആത്മഹത്യാക്കുറിപ്പും ലഭിച്ചു. ഈ കത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത്. കൂലിപ്പണി ചെയ്തു വന്നിരുന്ന വിഷ്ണു മുൻപും വിവാഹിതനായിരുന്നു. വീട്ടിൽ സ്ഥിരമായി മദ്യപിച്ചെത്തിയിരുന്ന വിഷ്ണു അനിലയുമായി നിരന്തരം പ്രശ്നമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. എത്ര അടുപ്പമുള്ളവരാണേലും കള്ളു കുടിക്കാൻ വിളിച്ചാൽ ഒന്ന് സൂക്ഷിച്ചോണം. മദ്യപിച്ച് ലക്കുകെട്ട് കഴിയുമ്പോൾ നിങ്ങളെ കൊള്ളയടിക്കാൻ പോലും മടിക്കാത്ത ചിലരുണ്ട്. തിരുവനന്തപുരം മാറ്റിങ്ങലിൽ യുവാവിനെ ബാറിലേക്ക് വിളിച്ചു വരുത്തി മദ്യം നൽകി ഫിറ്റാക്കിയ ശേഷം സ്വർണമാലയും പണവും കവർന്നു. കടക്കാവൂർ സ്വദേശിയായ യുവാവിനെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി ആറ്റിങ്ങലിലെ ബാറിലെത്തിച്ചാണ് കൊള്ളയടിച്ചത്. കേസിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. യുവാവിന് മദ്യം നൽകി മയക്കി സ്വർണമാലയും പണവും കവർന്ന കേസിലാണ് 2 പേർ അറസ്റ്റിലായത്. വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതിയായ കീഴാറ്റിങ്ങൽ തിനവിള സ്വദേശി എറണ്ട രാജു, ചിറയൻകീഴ് മേൽക്കടക്കാവൂർ സ്വദേശി പ്രദീപ് എന്നിവരാണ് അറസ്റ്റിലായത്. കടക്കാവൂർ സ്വദേശിയെ തിനവിളയിൽ നിന്നും ബൈക്കിൽ കയറ്റി ആറ്റിങ്ങലിലെ ബാറിൽ കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് അമിതമായി മദ്യം നൽകി ബോധം കെടുത്തിയ ശേഷം ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് പിൻവശം കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കി. കഴുത്തിൽ കിടന്ന 3 പവന്റെ മാലയും 25,000 രൂപയും പ്രതികൾ കവർന്നതായും യുവാവിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും പിടികൂടിയത്. ആറ്റിങ്ങൽ, കടക്കാവൂർ, ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനുകളിൽ കൊലപാതക ശ്രമം, കൂട്ടായുള്ള കവർച്ച അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് രാജു. 1990 മുതലുള്ള കാലയളവിൽ 30ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള രാജു സംഭവത്തിനു ശേഷം തൃശൂർ ചാവക്കാട് ഒളിവിലായിരുന്നു. രാജുവിനെ ചാവക്കാട് നിന്നും പ്രദീപിനെ കഠിനംകുളം ഭാഗത്തു നിന്നുമാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്.
ന്യൂസ് 18 ആറ്റിങ്ങൽ. തിരുവനന്തപുരത്തും കൊച്ചിയിലും വീണ്ടും ബോംബ് ഭീഷണി. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്, രാജ്ഭവൻ, ഗതാഗത കമ്മീഷണറുടെ ഓഫീസ്, നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നിവിടങ്ങളിലാണ് ബോംബ് ഭീഷണി എത്തിയത്. സെക്രട്ടേറിയറ്റിൽ ഉച്ചയ്ക്ക് 2:30-കകം ബോംബ് പൊട്ടുമെന്നായിരുന്നു ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഇമെയിലിന്റെ ഉറവിടം പോലീസ് കണ്ടെത്തിയിട്ടില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലും തുടർച്ചയായി തിരുവനന്തപുരത്ത് ബോംബ് ഭീഷണിയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലുമായിരുന്നു വ്യാജ സന്ദേശം എത്തിയത്. മെയ് 2-ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്ന വ്യാജ ബോംബ് ഭീഷണികളെ അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ നോക്കിക്കാണുന്നത്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ക്ലിഫ് ഹൗസ്, രാജ്ഭവൻ, ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസ് എന്നിവിടങ്ങളിലായിരുന്നു പുതിയ ഭീഷണി. എന്നാൽ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൈക്രോസോഫ്റ്റിനോട് മെയിലിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് വഴിയാണ് സന്ദേശങ്ങൾ എത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി അടുത്തിടെ കോടികളുടെ ലഹരി ഇടപാടിൽ പിടിയിലായിരുന്നു. ഇതിന്റെ തുടർച്ചയായി തമിഴ്നാട്ടിലും കേരളത്തിലും വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നു എന്ന സംശയമുണ്ട്. അതേസമയം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെയും വ്യാജ ഭീഷണിക്ക് പിന്നിൽ ആന്ധ്ര സ്വദേശിയാണെന്നാണ് കണ്ടെത്തൽ. മറ്റൊരു അക്കൗണ്ടിന്റെ IP അഡ്രസ് ഉപയോഗിച്ച് വ്യാജ സന്ദേശം അയച്ചു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 5 മാസത്തിനിടെ തിരുവനന്തപുരത്ത് 18 വ്യാജ ഭീഷണികൾ ഉണ്ടായി. ഇപ്പോഴത്തെ സംഭവങ്ങളിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വഞ്ചിയൂർ കോടതി, നഗരത്തിലെ ആഡംബര ഹോട്ടലുകൾ എന്നിവിടങ്ങളിലും ഭീഷണി സന്ദേശം എത്തി. അടുത്തിടെ ഹൈക്കോടതിക്കെതിരെയും സമാനമായ രീതിയിൽ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. ഭീഷണികൾ വ്യാജമാണെന്നാണ് വിലയിരുത്തലെങ്കിലും പ്രോട്ടോകോൾ പ്രകാരമുള്ള പരിശോധനകൾ നടത്തേണ്ടതുള്ളതിനാൽ തുടർച്ചയായുള്ള വ്യാജ ബോംബ് ഭീഷണി പോലീസിനും മറ്റ് സേനകൾക്കും ഏറെ ജോലിഭാരമുണ്ടാക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം കുറ്റിപ്പുറം തങ്ങൾപ്പടിയിൽ മോഷണം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ 2 വീടുകളിലാണ് കവർച്ച നടന്നത്. വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷണം പോയി. തങ്ങൾപ്പടി സ്വദേശി ഷമീർ, മുഹമ്മദ് എന്ന ബാവ എന്നിവരുടെ വീടുകളിലായിരുന്നു മോഷണം. കേസിൽ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെയാണ് വീടുകളിൽ കള്ളൻ കയറിയത്. വീടിന്റെ മുൻവശത്തുള്ള വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത്. മോഷണം നടക്കുമ്പോൾ 2 വീടുകളിലും ആരുമുണ്ടായിരുന്നില്ല. തയ്യൽ വളപ്പിൽ ഷമീറിന്റെ വീട്ടിലാണ് ആദ്യം മോഷണം നടന്നതായി വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പരിശോധനയിൽ തൊട്ടടുത്തുള്ള തയ്യൽ വളപ്പിൽ മുഹമ്മദ് എന്ന ബാവയുടെ വീട്ടിലും കള്ളൻ കയറിയതായി വ്യക്തമായി. ഉടനെ കുറ്റിപ്പുറം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. മുഹമ്മദിന്റെ വീട്ടിൽ നിന്നാണ് 1/2 പവൻ സ്വർണവും 28,000 രൂപയും മോഷ്ടാക്കൾ കവർന്നത്. അലമാരയ്ക്കുള്ളിലുള്ള വസ്തുക്കൾ വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. കുറ്റിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ നൌഫലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. മലപ്പുറത്തു നിന്നും പോലീസ് ഡോഗ് മണം പിടിച്ച് തൊട്ടടുത്ത കുറ്റിക്കാട് വരെ പോയി. വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. ന്യൂസ് 18 തിരൂർ. ആൾ മാറാട്ടത്തിലൂടെ സിനിമയുടെ കളക്ഷൻ തുക തട്ടിയെടുത്ത കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. 30 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത സംഭവത്തിൽ വിതരണക്കാരനെതിരെ പോലീസ് കേസെടുത്തു. കൊല്ലം അഞ്ചൽ സ്വദേശി ഷമീമിനെതിരെയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്.
ഇയാൾ മുൻപും സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന. നെയ്യാർ ഫിലിംസിന്റെ ബാനറിൽ കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത വിരുന്ന് എന്ന സിനിമയുടെ കളക്ഷനായ 30 ലക്ഷം രൂപ ചിത്രത്തിന്റെ വിതരണക്കാരനെന്ന വ്യാജേന വിവിധ തിയേറ്ററുകളിൽ നിന്ന് പ്രതി തട്ടിയെടുത്തു എന്നാണ് പരാതി. തിയേറ്റർ കളക്ഷൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്നതിനായി ഇൻവോയ്സസ് റൈസ് ചെയ്തപ്പോഴാണ് തിയേറ്ററിൻ്റെ ഉടമകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് 72 ഫിലിംസിൻ്റെ ഓണറായ ഷമീം 30 ലക്ഷത്തോളം രൂപ ആൾമാറാട്ടം നടത്തി തട്ടിയെടുത്തതായി അറിയപ്പെടുന്നത്. ഞങ്ങൾ പല സമയം ഷമീമിനെ ബന്ധപ്പെടുകയും ഷമീം ഈ കുറ്റം സമ്മതിക്കുകയും ആ എമൗണ്ട് ഉടനെ തിരിച്ചു തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഷമീമിൻ്റെ സൈഡിൽ നിന്നും ഒരു റെസ്പോൺസും കിട്ടാത്തത് കൊണ്ടാണ് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി ചൊല്ലുകയും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. വിവിധ തിയേറ്ററുകളിൽ നിന്നായി ബാങ്ക് ഇടപാടുകളിലൂടെയും ഗൂഗിൾ പേ വഴിയുമാണ് ഇയാൾ 30 ലക്ഷത്തോളം രൂപ കൈക്കലാക്കിയത്. നെയ്യാർ ഫിലിംസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീകാന്തിന്റെ പരാതിയിലാണ് കേസ്. 72 ഫിലിംസ് എന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിന്റെ ഉടമയാണ് ഷമീം. ഇയാൾ മുൻപും സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചെന്നും കന്റോൺമെന്റ് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ സൗഹൃദ ആപ്പുകളുണ്ട്. ഇത്തരം ആപ്പുകളിൽ കുടുങ്ങിയാൽ ജീവിതം തന്നെ ആപ്പിലായേക്കാം. കൊച്ചി സ്വദേശിനിയായ വനിതാ ഡോക്ടർ ഈ ആപ്പിന്റെ കെണിയിൽപ്പെട്ടതാണ്. ഒരു പോലീസുകാരനാണ് ആപ്പ് വഴി ഡോക്ടറുമായി സൗഹൃദത്തിലായത്. പിന്നീട് ആ സൗഹൃദം മുതലെടുത്ത് യുവതിയെ പോലീസുകാരൻ പീഡിപ്പിച്ചു. കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിച്ചാണ് കിളിമാനൂർ സ്വദേശി വിജയ് യശോധരൻ വനിതാ ഡോക്ടറെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. ഇന്ത്യ റിസർവ് ബറ്റാലിയനിലെ പോലീസുകാരനായ ഇയാൾ താൻ വിവാഹിതനാണെന്ന് മറച്ചു വെച്ചാണ് യുവതിയുമായി അടുത്തത്. പിന്നീട് ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലായതോടെ ഡോക്ടർ പോലീസിൽ പരാതിപ്പെട്ടു. കേസിൽ പോലീസുകാരനായ വിജയ് അറസ്റ്റിലായിട്ടുണ്ട്. ഇയാൾ ഇങ്ങനെയുള്ള ആപ്പുകളിലൂടെ കൂടുതൽ യുവതികളെ കെണിയിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. സൗഹൃദവും പ്രണയവും തെറ്റാണെന്ന് പറയുന്നില്ല. എന്നാൽ ഇതുപോലെ ഒരു പരിചയവുമില്ലാത്ത സോഷ്യൽ മീഡിയ വഴി മാത്രം അറിയാവുന്നവരെ വിശ്വസിച്ചാൽ ഇറങ്ങിപ്പോകുന്നവർ ഇത്തരം ചതികൾ കൂടി അതിന് പിന്നിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.